ഹായ്, എല്ലാവർക്കും അമൃതയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് അനോഡൈസ്ഡ് പാത്രങ്ങളും അതിന്റെ കുറച്ച് സവിശേഷതകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു അനോഡൈസ്ഡ് ഉരുളിയാണ്. ഈ അനോഡൈസ്ഡ് പാത്രങ്ങൾ എന്ന് പറയുന്നത് സാധാരണ അലൂമിനിയത്തെക്കാളും നല്ല കട്ടിയുള്ളതും സ്ക്രാച്ച് ആവാനുള്ള ചാൻസ് കുറവുമാണ് ഇതിന്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളെക്കാളും നല്ല കട്ടിയുള്ളത് ആയിട്ടുള്ള മെറ്റീരിയലാണ് അനോഡൈസ്ഡ് പാത്രങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ അലൂമിനിയം പാത്രങ്ങളിൽ തക്കാളി, പുളിരസമുള്ള മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയുമായി പ്രവർത്തിച്ച് അതിലെ ലോഹം ഭക്ഷണത്തിൽ കലരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ അനോഡൈസ്ഡ് പാത്രങ്ങളിൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ അതിനുള്ള ചാൻസ് ഇല്ല. അതുപോലെ ഇവ നോൺ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അനോഡൈസ്ഡ് മെറ്റീരിയലുകൾ എന്ന് പറയുന്നത്. അതുപോലെ ഇത് വൃത്തിയാക്കുവാനും വളരെ എളുപ്പമുള്ള മിനുസമുള്ള പ്രതലമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടുതൽ കാലം ഈട് നിൽക്കുന്നതും ആണ്. അലൂമിനിയത്തിനെ ഒരു ഇലക്ട്രോ കെമിക്കൽ പ്രക്രിയയിലൂടെ കൂടുതൽ കട്ടിയുള്ളതും പ്രതിരോധ ശേഷിയുള്ളതുമായിട്ടുള്ള ഒരു പാളി നിർമ്മിച്ചാണ് ഈ അനോഡൈസ്ഡ് പാത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഒരു സോസ് പാൻ ആണ്. ഇത് നമുക്ക് ഗ്യാസിലും ഇൻഡക്ഷനിലും വെക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫ്രൈ പാൻ, ഇത് ഗ്യാസിലും ഇൻഡക്ഷനിലും വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെയുള്ള ഉരുളികൾ, ബിരിയാണി പോട്ടുകൾ, ഇതുപോലെയുള്ള ചെറിയ ചെറിയ സൈസ് ഉരുളികൾ, രണ്ട് സൈഡും പിടിയുള്ള സോസ് പാന്, അതുപോലെ നമുക്ക് കറിയൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കറി പാത്രങ്ങളുണ്ട്, ഗ്രേവി പോട്ടുകൾ, നേരത്തെ കണ്ട വലിയ സൈസ് ഉരുളികളാണിത്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും.